പരാതി ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് പലതും വരാറുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ മെയിൽ വായിച്ചില്ല എന്ന് പറഞ്ഞൊരു പരാതിയാണ്. കൂടെ റീനുവാണ്. ഹായ് റീനു ചേച്ചി, ഞാൻ കുറേ നാളായി മെയിലും മെസ്സേജും ഒക്കെ ലവ് ബൈറ്റ്സിലേക്ക് അയക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചേച്ചി ഒന്നും റീഡ് ചെയ്ത് കേട്ടില്ല കേട്ടോ. അപ്പോൾ ഈ മെയിലെങ്കിലും ചേച്ചി വായിക്കുമെന്ന് പ്രതീക്ഷ. അവിടെ ചേച്ചി, എൻ്റെ പേര് ആനന്ദ് എന്നാ. എനിക്കൊരു കുട്ടി ഇഷ്ടമാണ്. അവൾ എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇന്ന് ഞാൻ പോകുമ്പോൾ ബസ്സിൽ വെച്ച് അവളെ കാണാറുണ്ട്. ഇപ്പം ഞാനും അവളുമായി ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ്. പക്ഷേ എൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാനൊരു പേടി. അവളെങ്ങനെ നോ പറഞ്ഞാൽ ഞാൻ അവളെ എങ്ങനെ ഫേസ് ചെയ്യും? ചേച്ചി, ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ചില കാര്യങ്ങൾക്ക് എളുപ്പമുള്ള പ്രതിവിധിയൊന്നും ഇല്ല. നല്ല ഫ്രണ്ട്സല്ലേ, അവൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ എന്ന് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലേ. കുറച്ചുകൂടിയൊക്കെ അടുത്ത് നോക്കുക, എന്നിട്ട് പിന്നെ ഒരു തമാശ രീതിയിൽ പറയാം, എനിക്കിഷ്ടമാണ് കേട്ടോ എന്നൊക്കെ. അങ്ങനെ അവൾ മനസ്സിലാക്കട്ടെ. പിന്നെ ഒരു നോ പറഞ്ഞെന്ന് വെച്ചപ്പോൾ ഒന്നും പറയാനില്ല, ആ നിമിഷം പറഞ്ഞേക്കുക, ശരി വേണ്ട നമുക്ക് ഫ്രണ്ട്സായി തന്നെ തുടരാമെന്ന്. പക്ഷെ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് തുടരുകളൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ് വരാറില്ലേ. ഇതുപോലെ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് മെയിൽസ് അയക്കാം. lb@clubfm.in ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എമ്മിൽ മാത്രം കാണിക്കുന്ന റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ് എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഹായ് റീനു ചേച്ചി, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് അവളോട് ഒരുപാട് ആലോചിച്ചതിന് ശേഷം തുറന്നു പറഞ്ഞു. പക്ഷെ അവൾ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ചേച്ചി. ഞാനിപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ്. മറ്റു പല പെൺകുട്ടികളും എൻ്റെ അടുത്ത് വന്നിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടേ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായി. ഇവളെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചിരുന്നു എൻ്റെ ആവാനുള്ള പെൺകുട്ടിയായി ഇവളെന്ന്. അപ്പോൾ പിന്നെ ഇവളല്ലാതെ വേറെ ആരെങ്കിലും എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ ചേച്ചി, അവൾ തിരിച്ച് പറയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് മെയിൽസ് അയക്കാം. മെയിൽ ID lb@clubfm.in. ലവ് ബൈറ്റ്സിൻ്റെ lb@clubfm.in. ആൻഡ് ദിസ് ഇസ് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എമ്മിൽ മാത്രം കണക്കിന് റൊമാൻസ്. lb@clubfm.in. ലവ് ബൈറ്റ്സിൻ്റെ lb@clubfm.in. അതാണ് ക്ലബ് എഫ് എമ്മിലേക്ക് മെയിൽ അയക്കാനുള്ള മെയിൽ ID. അങ്ങനെ അയച്ചാൽ ഒരു ഭാഗ്യവാൻ്റെ മെയിൽ വായിക്കട്ടെ. പക്ഷെ കക്ഷിയുടെ കാര്യം കേട്ടിട്ട് അത്ര ഭാഗ്യം തോന്നുന്നില്ല. വായിക്കാട്ടോ. ഞാൻ എൻ്റെ ലവറിനെ വല്ലാതെ മിസ് ചെയ്യുന്നു. അവളെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും പറ്റുന്നില്ല. കാരണം ഫോൺ അവളുടെ അമ്മ വാങ്ങിച്ചു വെച്ചേക്കുക. ഞങ്ങളുടെ കാര്യം അറിഞ്ഞിട്ടേ അവൾ എന്ത് ചെയ്യുവാണോ. മിസ് യു ലവ് യു മിലി എന്ന് അനുരാജ് അയച്ചു തന്നിട്ടുണ്ട്. അച്ചോടാ, ഈ വീട്ടിൽ പ്രണയം പൊക്കുമ്പോൾ എന്തൊരു പാടാന്നറിയോ. ഇങ്ങനെ കമ്മ്യൂണിക്കേഷനുള്ള എല്ലാ ടൂൾസും അവർ കട്ട് ചെയ്യും. പല പ്രണയങ്ങളും അതോടുകൂടി പൊളിഞ്ഞൊക്കെ പോവും എന്ന് കേട്ടിട്ട് അവരത് ചെയ്യുന്നത്. പക്ഷേ അനുരാജ്, ഡോണ്ട് വറി, ഇഫ് ഇറ്റ് ഇസ് എ ട്രൂ ലവ് ഷീ വിൽ കം ബാക്ക് ടു യു, ഷീ വിൽ കോൺടാക്ട് യു. നിങ്ങളുടെ മെയിൽസ് അയക്കുക. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എമ്മിൽ മാത്രം കാണിക്കുന്നു റൊമാൻസ്. Club FM ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. How can I describe what you are to me? Mere words do you no justice. For you are an infatuation that does not end, a fascination of the nth degree, a passion that consumes all thought and deed and fills my life with poetry and ecstasy. നീയാണ് എനിക്കെല്ലാം. നിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കുമെന്ന്, നിന്നോടുള്ള എൻ്റെ പ്രണയം ഞാൻ എങ്ങനെ പറയുമെന്ന്, നിന്നോട് എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. കാരണം നീ എൻ്റെ ജീവിതത്തെ കവിത കൊണ്ട് നിറയ്ക്കുന്നു, എസ്റ്റസി കൊണ്ട് നിറയ്ക്കുന്നു. ഞാൻ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ്, മറ്റൊരു ലോകത്തിലാണ് നമ്മളിന്ന്. പ്രണയത്തെ സ്നേഹിക്കുന്ന, ഇങ്ങനെ പ്രണയത്തെ അറിയുന്ന, പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും റീനുവിൻ്റെ ഗുഡ് നൈറ്റ്. പക്ഷെ പോകുന്നതിന് മുന്നേ പറയുക, കീപ് ലവിങ് ആൻഡ് സ്റ്റേ അഡിക്റ്റഡ് ടു ലവ് ബൈറ്റ്സ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. റീനു is signing off.